ഉച്ച കഴിഞ്ഞാല് ഇവിടെ ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ച് ഞമ്മളെ ചെവിക്ക് സൂര്യൻ തരൂല. ഒരു മീൻ ചട്ടി കമത്തി വെച്ചോണുണ്ട് കൊടുവയറി. ഉമ്മർത്തിണ്ണയിൽ ഇങ്ങനെ കേറി കിടന്ന് നാട്ടുകാർക്ക് ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിക്കുക. മൂസക്കായേ മൂസക്കായേ എഴുന്ന് കേക്കാനി മൂസക്കായേ. നിങ്ങൾ ആരെയും കുത്തി കൊന്നൊന്നല്ല. നമ്മളെ പള്ളക്കിട്ട് ആരോ കത്തിയോണ്ട് കുത്തി. നിന്റെ ചോര വരണോന്ന് കാണില്ലേനോ? എന്നാ പിന്നെ സ്വപ്നത്തിലേക്കും കുത്തി. നമ്മൾ വിചാരിച്ച മയ്യത്തായി പോയിന്ന്. ഓ വല്ലാത്തൊരു വേദനയുണ്ട്. സ്വപ്നത്തിൽ ആരെങ്കിലും കുത്തിയാൽ ഇങ്ങനെ വേദന ഉണ്ടാവൂ പാത്തുവോ? മൂസക്കായെ ഞാനാണ് നിങ്ങളെ കുമ്പക്കിട്ട് കുത്തിയത്. എന്തിനാണ് പാത്തുവോ? ആ തിന്ന ചോറ് മുഴുവൻ കലങ്ങിപ്പോയില്ലേ? നിങ്ങൾ ഈ കുമ്പപ്പള്ള പൊരേന്റെ ഉമ്മർത്ത് കാഴ്ചക്ക് വെച്ചിക്ക. എന്തൊരു ലക്ഷൺ കേടാണീ. ആൾക്കാർ കണ്ട എന്താ വിചാരിക്ക? അതിന് ഞമ്മള് സിനിമാ നടികളെ പോലെ വയറും കാണിച്ച് കിടക്കുക. ഞമ്മള് പനിയിട്ടില്ലേ? നിങ്ങളെ പോലെ മെലിഞ്ഞു കുറുകിയ കുള്ളന്മാർക്ക് കൊടവയറും കൂടി ഉണ്ടായാലേ ഗ്രഹണി പിടിച്ച കുട്ടികളെ മാതിരി ഉണ്ടാവും. ഓണത്തിന് മാവേലിയാക്കാൻ പറ്റും നിങ്ങള്. ഞമ്മക്കിപ്പോ ഈ കൊടവയറ് വന്നതിന് ഞമ്മളെന്താ കാട്ടണ്ട്? ഈ കൊടവയറ് പോക്കണോ? എങ്ങനെ? നല്ലോണം വ്യായാമം ചെയ്തു പോക്കണോ? ഞമ്മളതിന് മീമിക്കാൻ പോണില്ലേ? അധ്വാനിക്കണില്ലേ? അതൊരു വ്യായാമല്ലേ? രാവിലെ 2 മണിക്കൂറല്ലേ നിങ്ങൾ മീൻ വിൽക്കണത്? അതും പോണത് വണ്ടിയുമേല്. നിങ്ങള് വേർക്കണില്ല. തിന്ന ഭക്ഷണത്തിന്റെ കൊഴുപ്പതാ പള്ളേമേൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. എന്നും മീനും വിറ്റ് വന്നി മൂക്കുമുട്ട തിന്ന് ഇത് ഇണ്ണേലായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും കുളിക്കുകയും കൂടി ചെയ്യാണ്ടി. 50 വയസ്സായില്ല പത്തു. ഇനിയിപ്പോ വയറ് ചാടിയാലെന്താ? ആര് നോക്കാനാ? എന്തായാലും 2ാം കെട്ടിനൊന്നും നമുക്ക് താല്പര്യമില്ല. അയ്യേടാ, ഒരു പുയ്യോട്ടീനെ കൊണ്ടുവരാനൊന്നല്ല വയറ് കുറയ്ക്കാൻ പറഞ്ഞത്. എന്തെങ്കിലും സൂക്കേടുണ്ടാവും. ചെമ്പ കമത്തി വെച്ചോണല്ലേ നിങ്ങളെ പള്ളം കണക്കെടുക്കണേ. ശരി, നമ്മള് വ്യായാമം തുടങ്ങാം. മര്യാദക്ക് വ്യായാമം ചെയ്ത് നിങ്ങളെ പള്ള കുറയ്ക്കാണ്ട് എടുക്കും പോരണ്ട. നാണക്കേടാ. കുമ്പപ്പള്ളെ മൂസന്റെ കെട്ടിയോളെന്ന് അറിയുന്നു. കുറച്ചോളി കേട്ടോ. ഇനി കിടന്നുറങ്ങേണ്ട. അതിനത്രക്ക് വയറുണ്ട് ഇപ്പൊ ഇവള് പറയണ മാതിരി. നാട്ടുകാരും പറഞ്ഞു കേട്ടില്ലല്ലോ. എക്സസൈസിന് നാളെ മുതൽ ചെയ്യാം. കുറച്ചുകൂടി ഉറങ്ങട്ടെ. വരൂലേക്കും ഭദ്രകാളി. ആ ഉറക്കത്തിന്റെ മൂഡ് കളഞ്ഞോളൂ. അല്ലാതെ എന്റെ മെമ്പർ സൈക്കിളൊക്കെ സ്കൂട്ടറുകളായോ? മൂസ, ഞാനൊരു ജനകീയ മെമ്പർ ആവാൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് പിടികൊടുക്കാതെ സ്കൂട്ടറിൽ ചീറിപ്പായുന്ന മെമ്പർ അല്ല, ഒരു സൈക്കിളിൽ സഞ്ചരിക്കുന്ന എളിമയുള്ള മെമ്പർ. അല്ല, എന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നായി? തടി വല്ലാതെ കൂടുന്നടോ. ഒരു പടി കയറി അപ്പ കഥയ്ക്കും. അതാ സ്ഥിതി. സൈക്കിൾ ചവിട്ടിയാ തടി കുറയും. നാട്ടിൽ ഞാനൊരു ജനകീയനാവുകയും ചെയ്യും. ഒരു വെടിക്ക് 2 പക്ഷി. അല്ല, സൈക്കിൾ ചവിട്ടിയാ തടി കുറയൂ? പിന്നല്ലാണ്ട് ഇതൊരു 1ാം തരം വ്യായാമല്ലേ. നല്ലോണം ആഞ്ഞു ചവിട്ടിയാ കൊഴുപ്പ് പോയ വഴി കാണൂല. അല്ല, ഞമ്മക്ക് ഈ കൊടവേറ് കുറയ്ക്കാൻ സൈക്കിൾ ചവിട്ടിയാ മതിയോ? ഇതെന്താ മൂസ, വീർത്ത ബലൂണ് പോലെ ഉണ്ടല്ലോ. എന്താ എന്റെ തീറ്റ? തിന്നിട്ട് മേലെ കാണ്ട കിടന്നിട്ടാ. പാത്തുപ്പ കണ്ണി കണ്ടക്കെടുത്ത് കുമ്പക്ക് കുത്തുക. എങ്ങനെയെങ്കിലും ഇതൊന്ന് കുറയ്ക്കണം മെമ്പറെ. മൂസ, മണ്ടത്തെ പോലെ മീൻ കച്ചവടം സൈക്കിളിലേക്ക് മാറ്റ്. അപ്പൊ കാണാൻ മാറ്റോ. അപ്പോ MAT മൂസ സൈക്കിൾ മൂസയായി പോവില്ലേ? കൊടവയർ കുറച്ചില്ലെങ്കിലേ ഈ MAT മാത്രമേ ഉണ്ടാവുള്ളൂ, മൂസ ഉണ്ടാവൂല. എന്നാ പിന്നെ നാളെ തന്നെ സൈക്കിളിലേക്ക് മാറ്റല്ലേ? അതാ നല്ലത്. സൈക്കിളിൽ നിന്ന് MATയിലേക്ക് മാറിയിട്ട് കൊല്ലം 10-20 ഇനിയിപ്പോ പഴയ കാലത്തിലേക്ക് മടങ്ങി പോണോ? കാവും തൂക്കിയിട്ട് ഉപ്പാനെ പോലെ മീൻ വിറ്റ് നടക്കേണ്ടി വരുമോ എന്നാ പേടി. അങ്ങനെ നടന്ന അത്ര ആരോഗ്യം കൂടും. എന്നാ പിന്നെ ശരി, നാളെ പോലെ സൈക്കിളിലേക്ക് അയക്കണം. Mine, mine. Mine, mine. Ambeto. Ambeto. എത്തിയോ? ഏത് നേരത്താ മൂസ മീനും കൊണ്ടുവരാ? മണി 12 12 ചോറ് നല്ല നേരം ആയിട്ടില്ലല്ലോ. മീൻ വെക്കാനും കൂട്ടാനും ഒക്കെ നേരവും കാലമുണ്ട്. എന്റെ പൽപ്പാത് നിങ്ങളെ കാത്ത് കുത്തിരിക്കാൻ 1 മണിക്കൂർ ഉണ്ടായി.
നമ്മള് MAT പെരയിൽ വെച്ചിട്ടേ മോന്റെ സൈക്കിൾ എടുത്തിട്ടാ വന്ന് അതുകൊണ്ടാ നേരം വൈകി. എന്നോട് ഞാൻ പറഞ്ഞോ സൈക്കിളിൽ വരെ? അല്ല നമ്മളെ കൊടവയറ് കുറയ്ക്കാൻ വേണ്ടിട്ടാ സൈക്കിൾ എടുത്ത് വന്നത്. ഇന്റെ കൊടവയറ് കുറക്കാൻ എന്റെ വയറ് കായണോ? ബെസ്നെറ്റ് പള്ളിന്ന് മഹാഭാരതം വായിക്കുന്നു, കുടലിൽ കരിഞ്ഞ് മണം പരക്കുന്നു. അപ്പളാ എന്റെ സൈക്കിൾ സവാരി. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് മീനാ വേണ്ടി? അയിലുണ്ട്, മത്തിയുണ്ട്, ചെമ്മിയുണ്ട്, മാന്തണ്ട്. ആദ്യ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്ക്. മൂസാന്റെ ആരോഗ്യ സവാരി കഴിഞ്ഞിട്ടാ മീൻ എത്തുമെങ്കിൽ ഞാൻ മീൻകാരൻ വേറെ നോക്കും. ആ നമ്മള് നാളെ മുതൽ കുറച്ച് നേരത്തെ വരാം. പണ്ടത്തെ പോലെ ആഞ്ഞു ചവിട്ടാൻ പറ്റില്ല, സൈക്കിളല്ലേ. പ്രായം 10-50 ആയില്ലേ. നിങ്ങളെ സൗകര്യത്തിൽ മീൻ വാങ്ങാൻ എന്നെ കിട്ടൂല. മീൻകാരനായാലും പത്രക്കാരനായാലും പാലുകാരനായാലും കൃത്യസമയത്ത് പൊരലെത്തണം. എന്നാലേ എന്നെ പോലല്ലേ കൃത്യനിഷ്ഠമുള്ള ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ നടത്താൻ പറ്റൂ. നാളെ മുതല് ആദ്യം ഇങ്ങക്ക് മീൻ തന്നിട്ടേ നമ്മള് കച്ചവടത്തിന് പോകണുള്ളൂ, പോരെ? അതാണ് മുസേ നല്ലത്. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നഷ്ടമാകും. അല്ല ഏതാ എടുക്കണ്ടേ ഇപ്പോ? ദേഷ്യം 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 മതി. മത്തിയല്ലേ? ഇത് കണ്ടങ്ങള് ഒമാമത്തിയൻ. എത്രക്ക് എടുക്കണം പറഞ്ഞോളി. 50 രൂപ. 50 ഉറുപ്പ എന്താ വേണമെന്ന് ഒരു 100 ഉറുപ്പ്യ ഉണ്ടായിക്കോളി. ഇങ്ങനെ പിശിക്കേക്കും. എന്താണ് എന്താ സാധനം നോക്കിയങ്ങള്? ഞാനൊന്നാ ഇതാ പിടി. ആ പോയി കിടക്കരുത്. സമയം പോയി. ഇപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശം? എന്തേ മോനെ? എന്റെ സൈക്കിൾ നിങ്ങളെ മീൻ വണ്ടിയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശം? അത് ഉപ്പച്ചിന്റെ കൊടവേറ് കുറയ്ക്കാനല്ലടാ. ഓ, ഉപ്പച്ചിന്റെ കൊടവയറ് കുറയ്ക്കാൻ എന്റെ വണ്ടി മാത്രമേ കണ്ടുള്ളൂ. ഇനി ഞാൻ അങ്ങനെ സൈക്കിൾ തൊടുക? തൊട്ടാലെന്താ ഷോക്ക് അടിക്കോ? എന്റെ ഉപ്പച്ചേ, മീൻനാറ്റമുള്ള ഈ സൈക്കിൾ ഞാൻ അങ്ങനെ ഓടിക്ക? എടാ ഈ മീൻ കൊട്ട ഇറക്കി വെച്ചാ പിന്നെ നാട്ടുണ്ടാവോ? അത്രയ്ക്ക് നാട്ടുണ്ടെങ്കിൽ പോയി അത്ര എടുത്ത് അടിച്ചാള്. ഇനി സൈക്കിൾ എനിക്ക് വേണ്ട, അത് ഉപ്പച്ചി തന്നെ എടുത്തോ. എനിക്ക് വേറൊന്ന് പുതിയ വാങ്ങി തന്നാ മതി. പുതിയ സൈക്കിൾ മേടിക്കാൻ ഉറുപ്പ്യ 5000 കൊടുക്കണോ? പൈസ നോക്കാണ്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റൂ ഉപ്പച്ചേ? 5000 എടുത്ത് കൊടുക്കാൻ തൽക്കാലം നമ്മളെ കൈമിലില്ല. എന്നാ ഉപ്പച്ചി വണ്ടി ഓടിക്കുന്നുമില്ല. എടാ വ്യായാമം ചെയ്തില്ലെങ്കിൽ ഉപ്പച്ചി അറ്റാക്ക് വന്ന് മയ്യത്തായി പോവും. ഉപ്പച്ചേ, നിങ്ങൾ സെന്റി അടിച്ച് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്ക് പുതിയ സൈക്കിൾ കിട്ടുന്നവരെ ഉപ്പച്ചി വണ്ടി തൊടണ്ട. എന്തൊക്കെ പോവാ? ലോക്കാക്കല്ലേ? നോക്കാക്കി തരാം. ഫ്രണ്ട്സ് രാവിലെ തൊട്ടെന്നെ വിളിച്ചു ചോദിക്കാ, നിന്റെ വണ്ടിയിലാണല്ലോ ഇന്ന് വീട്ടിൽ മീൻ കൊണ്ടുവന്നതെന്ന്. അത് കേട്ടപ്പാണ്ട് തൊലിയായിട്ട് ഉരിഞ്ഞുപോയി. ഇനി നിങ്ങൾ എങ്ങനെ ഓടിക്കുന്നത് കാണണല്ലോ. എന്തൊരു കഥയാണ്. കൊടവര് കുറയാനേ നമ്മള് മാത്രം വിചാരിച്ചാ പോരാ, പെരയുള്ളവരും കൂടി വിചാരിക്കണം. അല്ലാക്ക് ലവലും കഞ്ഞി ആക്കുകയാണോ? കുത്തല്ല പത്തുവോ? ബലൂണ് പോലെ ഇതിങ്ങനെ വീർത്ത് കെടുക്കല്ലേ, ഇതെപ്പോഴാ പൊട്ടാന്നറിയാൻ പറ്റൂല. അന്റെ മോനെ നമ്മളെ പള്ളക്കെട്ടത് കുത്തി. ഓന്റെ സൈക്കിൾ നമുക്ക് തരൂലെന്ന് നമ്മൾ തൊട്ടപ്പോ അത് മീൻ വണ്ടി ആയി പോയി. എന്നാ പിന്നെ നിങ്ങൾ വേറെ സൈക്കിൾ വാങ്ങണോ? അതിന് ഈ തരൂ 5000 ഉറുപ്പ്യ. എന്നാ പിന്നെ നിങ്ങൾ ഈ കുമ്പപ്പള്ള കുറയ്ക്കായി വേറെ എന്തെങ്കിലും വ്യായാമം കണ്ടുപിടിക്കണോ? സൈക്കിൾ അങ്ങോട്ട് മാണ്ടാൻ നിക്കണോ? ബോറടിക്കാണ്ട ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ് 10 സൈക്കിൾ ഓട്ടാന്ന് അറിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ അതന്നെ വേണമെന്നറിയണേ. പുതിയത് വാങ്ങാൻ പൈസ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കോളി. വെട്ടിക്കേറി അടുപ്പിൽ വെക്കാനുള്ള കോലത്തിൽ ഓരോന്നൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒക്കെ പൊരയില്. 100-300 ഒക്കെ കൊടുത്താ മതി. എന്നിട്ട് വേണോ നമ്മൾ എന്നും രാവിലെ അത് കുത്തിരുന്ന് റിപ്പയർ ചെയ്യാൻ. ഒരു പഴയ വണ്ടി എന്നും കുത്തിരുന്ന് റിപ്പയർ ചെയ്തോണ്ടിരിക്കാൻ നമ്മള്. നിങ്ങൾക്ക് നല്ല സൈക്കിൾ തന്നെ വേണല്ലേ? എന്നാ പിന്നെ ഞാൻ മെമ്പറെ വിളിക്കാം. അതിന്റെ മെമ്പറെ വിളിക്കണേ? നിങ്ങളെ ഫോൺ ഇങ്ങോട്ട് എടുക്കി. അല്ല പത്തോ, അയാള് തടി കുറയ്ക്കാനാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഒരു സൈക്കിൾ പോരെ മൂസക്കായേ, 4 ആൾക്ക് 4 സൈക്കിളും വേണം, എന്നാലേ ശരിയോ? അതിന്റെ 10 പെരയിൽ എല്ലാവർക്കും സൈക്കിള്. ഇനി ഈ പൊരയുള്ളോല് മുഴുവൻ സൈക്കിൾ മേലാണ് നാട്ടുകൂടെ പോവുക. ആരും ഓട്ടോ വിളിക്കൂല. റിസ്മോനും റസിയും കോളേജിലേക്ക് സൈക്കിൾമ പോട്ടെ. നിങ്ങൾ മീൻ വിൽക്കാൻ സൈക്കിൾമ തന്നെ പോണം. പിന്നെ ഞാനും പീടിയയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുക ഇനി തൊട്ട് സൈക്കിൾ മേല. എന്ത് പ്രാന്ത പാത്തു ഈ പറയണേ? പാത്തുമ്മേന്റെ പല ഭ്രാന്തുകളും നിങ്ങൾ കണ്ടില്ലേ? അതിലൊന്നും അത് വിചാരിച്ചാ മതി. അതിന് ഈ എന്തിനാണ് രാത്രിയിൽ മെമ്പറെ വിളിക്കണത്? രാത്രിയിൽ വിളിച്ചെന്തേത്താ? ഞാൻ കിന്നരിക്കാനൊന്നല്ലല്ലോ വിളിക്കണേ. ഹലോ, CM ഫാത്തിമാണ് മെമ്പറേ. ഓ, MAT മൂസന്റെ കെട്ടിയോള്. നാളെ രാവിലെ നിങ്ങൾ ഈ വൈക്കൊന്ന് വരുമോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ടി. നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യ ഞാൻ പറയുന്നത്. അതുപോലായിട്ട് ചെയ്താൽ മതി. ദാ നിങ്ങൾ ഇമേജ് ആകാശത്തോളം ഉയരൂ. ശരി ശരി.
നാളെ രാവിലെ നമ്മൾ മീൻ വിൽക്കാൻ പോകും. മെമ്പർ വരുമ്പോ നമ്മളിവിടെ ഉണ്ടാവില്ല. ഈ ആ മെമ്പർ വിളിച്ചു വരുത്തിയിട്ട് എന്താ പറയാൻ പോണോ ഇപ്പൊ? അതൊക്കെ കാത്തിരുന്ന് കണ്ടോളി. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വളരെ ഒലക്കമല സസ്പെൻസ്. ഇനി അത് ആലോചിച്ചിട്ട് മനുഷ്യന് ഉറക്കം വരില്ല. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കി. നമ്മൾ ഉറക്കം തന്നെയാണ്. അല്ലാ റബ്ബേ. സൈക്കിൾ വന്നു, ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ. ബെല്ലുമില്ല, ബ്രേക്കുമില്ല, എന്റെ കയ്യിൽ കുറ്റമില്ല, കുത്തിയിട്ടാൽ കാശുമില്ല. 1 2 3. സൈക്കിൾ വന്നു, ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു ഇതെന്താ പത്തുക്ക് സൈക്കിൾ മേല്? എന്തൊക്കെ സൈക്കിൾ ഓടിക്കാൻ പാടില്ലേ? ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക? ആൾക്കാർ കണ്ടാ ഒരു പെണ്ണ് സൈക്കിൾ ഓടിച്ചു പോണ്. അതിനിപ്പോ എന്താ കുഴപ്പം? ഈയിടെ പോയിന്. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ വരെ. ഈ സൈക്കിൾ ആർക്കാ അത്? അറിഞ്ഞൂടെ ഇത് മെമ്പർ സൈക്കിള്? മെമ്പർ സൈക്കിൾ എങ്ങനെയാ അനക്കിട്ടേ? ഞാൻ ചോദിച്ചേ, എനിക്ക് തന്നി. അല്ല, എന്താ എനിക്ക് മെമ്പറായിട്ടുള്ള ബന്ധോ? ഒരു വാർഡിലെ വോട്ടർക്ക് ആ വാർഡിലെ മെമ്പറിനോടുള്ള ബന്ധം. അതൊന്നല്ല, ഞമ്മക്ക് ഇത്തിരി കൊടവേറ് വന്നപ്പോ അനക്ക് ഞമ്മളെ പിടിക്കാണ്ടായി അല്ലേ? പള്ളച്ചാടി ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് പണ്ടേ ഇഷ്ടമില്ല. അന്റെ രാത്രിയിൽ ഫോൺ വിളി കണ്ടപ്പോഴേ ഞമ്മക്ക് സംശയം തോന്നിയതാ. എന്നാലും ഞമ്മളോടത് വേണ്ടില്ലേ ഇനി പത്തു? മൂസക്ക, ഇന്ന് വേലന്റൈൻസ് ഡേ അല്ലേ? മെമ്പർ പ്രണയ സമ്മാനായിട്ട് തന്നതാ ഈ സൈക്കിള്. ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ മാണിക്കൽ എടുത്തോളി ചവിട്ട പള്ളയും കുറയ്ക്ക. ഞമ്മക്കേ ഇത്തിരി അഭിമാനമുണ്ട്. അങ്ങനെ ആരാന്റെ സമ്മാനം ഒന്നും ഞമ്മക്ക് വേണ്ട. എന്നാലും ഒരു ഇത്തിരി പള്ള ചാടിയാന് ഈ എത്ര പെട്ടെന്ന് നമ്മളെ വേണ്ടെന്ന് വെച്ചില്ലേ? ഞമ്മക്ക് അതിൽ സങ്കടം പത്തുവോ? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ഈ സൈക്കിൾ മേല് ഈ കുരുവട്ടൂർ പഞ്ചായത്ത് മുഴുവൻ കറങ്ങി വരൂ. അപ്പോഴത്തേക്ക് നമ്മളെ പള്ള നല്ല സീപ്പിലാവും. തമിഴിന്റെ പള്ളമാരി ഒട്ടിപ്പോവും. അതുവരെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇറങ്ങൂല. സൈക്കിൾ വന്നു, ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ. ബെല്ലുമില്ല, ബ്രേക്കുമില്ല. ഇവള് ഈ അങ്ങാടി മുഴുവൻ പറയിപ്പിക്കല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്ക. 2 മാസെങ്കിലും വേണ്ടി വരും. എടോ, വേറെ കുറെ കാര്യങ്ങൾ അതിന് കൊടുക്കാനുള്ളതുണ്ട്. അല്ല, നേരാമണ്ണലിൽ ചെയ്യാൻ പറ്റൂ. അതൊക്കെ ഞാൻ ഏറ്റു. അതെന്താണ്ട് ഈ രോഗില്ലാണ്ട് പോണു? എന്റെ കെട്ടിയുള്ള സംഭവം തന്നെയാട്ടോ. ഓളെപ്പോലെ ഒരു ഭാര്യനെ കിട്ടാനും വേണം ഭാഗ്യം. ആ ഭാഗ്യം മൂസക്കുണ്ട്. മെമ്പർക്ക് ഇപ്പൊ എന്താ വേണ്ടിയേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാത്തൂനെ കാണും. ചില ചർച്ചകൾ നടത്താനുണ്ട്. അല്ല, അതൊക്കെ മൂസ അറിഞ്ഞിട്ട് തന്നെ നടത്തുന്നതാണല്ലോ അതിന്റെ ഒരു ശരി. നമ്മളെ നാട്ടുകാരെ കാര്യ ഒരാണും പെണ്ണും മിണ്ടിയും പറഞ്ഞിരിക്കുന്ന കണ്ട ഓൾക്ക് വല്ലാത്ത ചൊറിച്ചില. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും. നിങ്ങൾ എന്താ മെമ്പർ ഈ പറയണ്? നമ്മള് പെരയില്ലാത്ത നേരത്ത് നിങ്ങൾക്ക് അവിടെ വരണമെന്നോ? നമ്മളെ പടച്ചോനെ നിരക്കാത്തൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഇതിൽ പടച്ചോൻ നിരക്കാത്ത എന്താ മൂസ ഉള്ളത്? ഇതൊക്കെ പടച്ചോന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യല്ലേ? കൂട്ടിലടച്ച തത്തേനെ പോലെ കഴിയുന്ന പാത്തുമ്മാന്റെ കഴിവുകള് നാട്ടുകാരും കൂടെ ഒന്ന് അറിയട്ടടോ. ഓളെ എന്ത് കഴിവ്? അതാണ് പ്രശ്നം. സ്വന്തം കെട്ടികളുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റാത്ത ഇയൊക്കെ എന്ത് ഭർത്താവാണ് മൂസ? പാത്തുമ്മാന്റെ ഒരു ഐഡിയ ഞാൻ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. എല്ലാരും അത് കൈയടിച്ച് പാസ്സാക്കിയില്ലേ? അതേ നീ ആരോഗ്യ ജീവിതത്തിലേക്ക് സൈക്കിൾ ഓടിച്ചു മുന്നേറുക എന്നതാണ് പദ്ധതിയുടെ പേര്. വാഹന മലിനീകരണം കുറയ്ക്കുക, ആരോഗ്യം കൂട്ടുക എന്നൊക്കെയാണ് ലക്ഷ്യം. പാവപ്പെട്ട ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യും. അങ്ങനെ അവരുടെ യാത്രാ ദുരിതം തീർക്കും. അപ്പോ നമ്മളീ കൊടവേറന്മാർക്കോ? തടിയന്മാർക്കും കൊടവയറന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ ക്ലബ് ഉണ്ടാക്കുന്നു. പഞ്ചായത്ത് ഭാഗം കുറച്ച് സൈക്കിള് ക്ലബിന് കൊടുക്കും. വ്യായാമം ചെയ്യാൻ ആരും പൈസ കൊടുത്ത് സൈക്കിൾ വാങ്ങേണ്ടി വരില്ല. അല്ല മെമ്പറെ, ഇതൊക്കെ ഇപ്പോ നമ്മളെ പാത്തൂന്റെ തലേ തോന്നി ബുദ്ധിയാ. മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ടാണ് സ്വന്തം കെട്ടിയോളുടെ കഴിവിൽ മൂസയ്ക്ക് വിശ്വാസമില്ലാത്തത്. പാത്തൂനെ നമ്മൾ വല്ലാണ്ട് തെറ്റിദ്ധരിച്ച്. നമ്മുടെ ഗ്രാമം സമ്പൂർണ്ണ സൈക്കിൾ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അടുത്ത തിങ്കളാഴ്ചയാണ്. മൂസയും കുടുംബവും പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തണം. ഓ, നമ്മൾ എപ്പോ എത്തിയെന്ന് ചോദിച്ചാ മതി. പിന്നെ ശരി ശരി നല്ല പാത്തൂനോട് എന്റെ അന്വേഷണം പറയേ. പറയും. അതൊരു 2 മാസം കഴിയടോ. കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, നിന്നിൽ നിന്നും പറന്ന
ഹ, അല്ല മൂസ, നിങ്ങൾ ആളാകെ മാറിപ്പോയല്ലോ. ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. അല്ല മൂസക്ക, ഇങ്ങള് ഞമ്മളെ കൂട്ടത്തിലുള്ള ഒരാളല്ലേനോ? നിങ്ങളെ കൊടവേറെ പോയി. മൂസ ഉണ്ടല്ലോ ഒരു വർഗവഞ്ചകനാ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും പോയിട്ട് കുടവേരം കുറച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നമ്മൾ ഈ കൊടവേറെ സൈക്കിൾ ചവിട്ടിയിട്ട് പോയിക്ക് അങ്ങോട്ട് നോക്കി നമ്മളെ വയറ്റിലെ കൊയ്പ്പ് മുഴുവൻ പോയി. വയറ് കണ്ടിട്ടേ കൊതിയായിട്ട് രക്ഷയില്ല. ഹിന്ദി നടന്മാരെ പോലെ ഒട്ടിയല്ലേ കിടക്കുന്നത്. ഈ കൊടവയറിന്റെ അഭിമാനാണ്. അത്യാവശ്യം തിന്നാനും കുടിക്കാനും കിട്ടുന്ന വീട്ടിൽ നിന്നാ വരുന്നെന്ന് ഈ വയറ് കണ്ടാ മനസ്സിലാവില്ല. ഒരു അഭിമാനോ. അധികാലം ഇതിങ്ങനെ ഒന്നും നടക്കൂല. ഈ കൊടുവാറ് എന്നെ കൊണ്ടങ്ങ് പോവും. തിരുമ്മി നാട്ടുകാരെ കാണിച്ച് നടക്കാൻ ഉണ്ടാവൂല. ഈ കൊടവേറന്മാരെ ക്ലബിൽ ഇനി നമ്മളില്ല. നിങ്ങൾ വേണമെങ്കിൽ നമ്മളെ സൈക്കിൾ ക്ലബിൽ ചേർന്നോളൂ. എന്നാ പിന്നെ കുടവേർ ക്ലബ്ബ് പിരിച്ചു വിട്ടിട്ട് ഞങ്ങളും കൂടി സൈക്കിൾ ക്ലബ്ബിൽ വന്ന് ചേരാം. അതാ നല്ലത്. അതുകൊണ്ട് രണ്ടുണ്ട് മെച്ചോ. ഒന്ന് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും, 2 വാഹനം കൊണ്ടുള്ള മലിനീകരണം ഉണ്ടാവില്ല, പിന്നെ പെട്രോൾ അടിച്ചിട്ട് നമ്മളെ കീശ കയറുന്നുള്ള പേടിയും വേണ്ട. മൂസാനെ ക്ലബ്ബിൽ കൂട്ടിയത് ഞങ്ങളാ. അപ്പൊ ഞങ്ങളെയും സൈക്കിൾ ക്ലബ്ബിൽ ചേർക്കേണ്ടത് മൂസ് തന്നെയാ. ഇതാ ഇപ്പൊ തന്നെ നിങ്ങൾ 3 ആളെയും സൈക്കിൾ ക്ലബിൽ ചേർത്ത് കഴിഞ്ഞ് നിങ്ങൾ 3 ആളെ പേര് കൂടെ നമ്മൾ മെമ്പർക്ക് കൊടുക്കുക. പേര് കൊടുത്താൽ മാത്രം പോരാ, ഞങ്ങൾക്ക് സൈക്കിളും വേണം. 1 മാസം കൊണ്ട് ഞങ്ങൾക്ക് മൂസാനെ പോലെ ആവണം. എന്നാ പിന്നെ നേരം വെക്കണ്ട, ഇതപ്പൊ തന്നെ തുടങ്ങിക്കോളി. നിങ്ങളെ കൊടവയർ താങ്ങാനുള്ള സേസ് സൈക്കിളിനുണ്ടോന്ന് അറിഞ്ഞൂടാ. ചക്രത്തിന്റെ റിങ് മളിക്കാൻ തീ. അല്ല നിങ്ങളല്ലേ കൊടവേർ നിങ്ങൾ അഭിമാനം എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് എന്തേ? ഇനി ഞാനായിട്ട് ക്ലബിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനും തീരുമാനിച്ച് ചാടിയ വയറ് കുറയ്ക്കും. സൈക്കിൾ കൊടുക്കടാ. എന്നാ പോവാ കേട്ടോ. നിങ്ങള് സൈക്കിള് നാട് മുഴുവൻ പോയി ചുറ്റിയിട്ട് വരി. ആരോഗ്യം നന്നാവട്ടെ, നിങ്ങളതും നമ്മളെ നാടിന്റെ. ആനി ചവിട്ടി.